ഹായ്, ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈമാണിത് കേട്ടോ. മോൻ ക്ലാസ് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഫുഡ് കഴിക്കുന്ന സമയമാണ്. അപ്പോൾ മോന് വാരി കൊടുക്കുമ്പോൾ മോളെ ഒതുക്കിയെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട പ്ലേറ്റിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അവളത് ആയിട്ട് കളിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഓരോ കഷ്ണമൊക്കെ കഴിക്കുന്നുണ്ട്. അത് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും അവിടെ മൊത്തം അത് കോഴിമുട്ട ആകെ പരത്തി വെച്ചിരുന്നു. അപ്പോൾ മോന് വാരി കൊടുക്കുന്നത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. വാരി കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ ആ ഫുഡായിട്ട് 1 മണിക്കൂർ അവിടെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ചിലപ്പോൾ മുഴുവനും കഴിക്കില്ല. അതിനിടയിൽ അത് മോള് വന്നിട്ട് ഞങ്ങൾക്ക് കോഴിമുട്ട തരാൻ നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ദോശയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അരച്ച് വെക്കണം. അരച്ച് വെക്കുന്നതിനിടയിൽ മോളേനെ എടുത്തിട്ട് ഞാൻ ഷെൽഫിൻ്റെ മേലെ ഇരുത്തിട്ടോ. ഇല്ല വെച്ചെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അവളിങ്ങനെ ഡ്രസ്സ് പിടിച്ച് വലിച്ചിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കും, ഓരോന്നും എടുത്ത് കൊടുക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ അവളെ എടുത്തിരിക്കണം. അപ്പോൾ ഇതുമ്പോൾ കയറ്റിയിരുത്തിയിട്ട് ഞാൻ ഒരു ലേശം ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചെടുക്കും. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ ദോശമാവ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുറന്നിട്ട് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവൾ സഹായിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ അതൊക്കെ തീർത്ത് സെറ്റാക്കി വെച്ചു. പിന്നെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഉണക്കിയിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ ഡ്രസ്സ് ഉണക്കാൻ ഇടാൻ വേണ്ടിയിട്ട് ബക്കറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ മോളൊപ്പം തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. അത് മുഴുവൻ എടുത്ത് വറുക്കുന്നൊന്നുമില്ല, കുറച്ചേ വറുക്കുന്നുള്ളൂ. ബാക്കി പിന്നെ അതേപോലെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാട്ടോ അപ്പച്ചട്ടിയിൽ ചിക്കൻ വറുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു കുഴിഞ്ഞ പാത്രമല്ലേ, അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അതൊരു അബദ്ധമായിപ്പോയി. കുറച്ച് വലിയ പാനായിരുന്നു വെച്ചെങ്കിൽ ഒറ്റ തവണ കൊണ്ട് വറുത്ത് കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ വറുക്കേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനൊക്കെ റെഡിയായി. 2ാമത്തെ സെറ്റും കൂടി വറുത്ത് കോരിയെടുക്കുകയാണ്. അത് വറുത്ത് മാറ്റി വെച്ചപ്പോൾ തന്നെ ഞാൻ ചട്ടി എടുത്ത് മാറ്റിയിട്ട് സ്റ്റവ് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിങ്ങനെ എണ്ണ നല്ല തെറിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് സ്റ്റവൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ, രാത്രിത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടി ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം അടുക്കളത്തെ പണിയൊക്കെ തീർന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. പിന്നെ എൻ്റെ കുളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. പിന്നെ കിടക്കാനുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ഉമ്മറത്തെ ഡോറും എല്ലാം പോയിട്ട് അടയ്ക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട്. നായ്ക്കൾ കയറി കിടക്കുകയായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അങ്ങനെ കയറി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ പോയി അടച്ചു. മോള സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾ റിമോട്ടും കടിച്ചിട്ടാണ് നിൽക്കുന്നത്. TV വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ റൂമിലെത്തുമ്പോഴേക്കും മോൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതാ മോൾക്കും ഉറക്കം വന്നിട്ട് വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തേക്ക് വരുന്നത്.